ഹലോ, കിട്ടിയോ? അയച്ചിട്ടുണ്ടോ? ഓ, പാർസൽ ഞങ്ങൾ അയച്ചേണേ. ആ, നാളെ തന്നെ എത്തോ? അച്ഛാ, അച്ഛനെ നോക്കാനായിട്ട് ഞാനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മോനെ, നിന്റെ കഷ്ടപ്പാട് എനിക്ക് അറിയണം മോനെ. അച്ഛാ, എൻ്റെ ജോലി എങ്ങനെയല്ലേ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കിട്ടും. എന്റെ ജോലി നിനക്ക് എഴുതി വെച്ച് തന്നത് തെറ്റായി പോയിന്ന് തോന്നണേ. അത് സാരമില്ല അച്ഛാ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിന്റെ കീഴില് എത്ര ജോലിക്കാരുണ്ട്? വാർക്കപ്പണിക്ക് 4 ആണും 2 പെണ്ണും, പിന്നെ ഷൗല് കുത്താനായിട്ട് 2 ആള് വേറെ, അങ്ങനെ 8 പേരച്ഛ. എനിക്ക് തൃപ്തിയായി മോനെ, തൃപ്തിയായി. ശരി അച്ഛാ. ചേട്ടൻ പറഞ്ഞ പോലത്തെ 2-3 കേസുകൾ പൊത്തു വന്നിട്ടുണ്ട്. നല്ല കിളി പോലത്തെ പെമ്പിള്ളേര്. കിളി പോലത്തെ ആണോടാ? ആ അതെ, മൈന പോലത്തെയാ. നല്ല വെളുത്ത കുട്ടിയാണോടാ? പ്രായം കുറവാണ്. പ്രായം പറയുകയാണെങ്കിൽ ഒരു 80-85 വരും. ഓ, എന്നോട് ഞാൻ പറഞ്ഞതല്ലടാ, പ്രായം കുറഞ്ഞ കുട്ടി മതിയെന്ന്. പിന്നെ ഗിസറാത്ത് എടുക്കണം, കാർന്നോർക്കണം, പ്രായം കുട്ടി. എന്താ നീ പറഞ്ഞ? ചേട്ടന് ഇത് പറ്റുമോ നോക്കിയേ. അത് പറ്റില്ല. ഇത് പറ്റുമോ നോക്കിയേ. അതൊന്നും പറ്റില്ല. ചേട്ടനെ പറ്റിയത് ഒരു നല്ലൊരു കിളി പോലത്തെ ഒരു സാധനം ഞാൻ തരാം. ഇത് പറ്റുമോ നോക്കിയേ. ഇതെനിക്ക് ചേരൂടാ, ഇതെനിക്ക് ചേരും. ഇത് ഓക്കെ ആക്കിക്കോ നീ. നിനക്ക് ഞാൻ വഴിച്ചെലവിന് എന്തെങ്കിലും തരാം. ഇങ്ങനെ പോണെന്ന് വെച്ചതാ. വീൽ ചെയറിൽ താൻ എന്നെ അവിടം വരെ ഒന്ന് എത്തിച്ചാ മതി. ബാക്കി ഒന്നും താൻ നോക്കണ്ട. തനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ഈ കോലത്തിൽ എങ്ങനെയാ പോണേ? ഈ താടി മുടിയൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ? അതിനിപ്പോ എന്താ ചെയ്യാ? ഓവാലട്ടം പേടിക്കണ്ട, അതിനൊക്കെ വഴിയുണ്ട്. ഗോപാലേട്ടാ, ഇതിപ്പൊ ഞാൻ സുന്ദരനാക്കി തരാട്ടാ. എന്തുവാണ് കാണിക്കുന്നേ? ഇപ്പൊ ഗോപാലേട്ട അതിസുന്ദരനായിട്ടുണ്ട്. ഒന്ന് പുറകിലേക്ക് വലിഞ്ഞേ. ഞാനിവിടെ ചായ ഇരുത്തിട്ട് പോയിട്ട് വണ്ടി വിളിച്ചിട്ട് വരാട്ടാ. വീട്ടിലില്ല? വണ്ടി വിളിച്ചിട്ട് വരാട്ടാ. വാ സുഹൃത്ത്, ഇരിക്ക്. നിന്നോളാ സാറേ, നിന്നോളാ. എത്ര നേരം ബസ് യാത്ര ചെയ്തോന്നല്ലേ എനിക്ക് സാരില്ല, ഞാൻ നിന്നോളാ. മലയാളം അറിയോ? അറിയാ സാർ. ഇവിടെ കുത്ത. ഏയ്, ഇത് അപ്പുറത്തെ വീട്ടിലെ പട്ടിയാ. ഇവിടെ അല്ലല്ലോ. അല്ലല്ല, എനിക്ക് പേടിയാണ്, പട്ടിനെ പടിയാ. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഭായി അച്ഛനെ നോക്കിയാ മതി, പട്ടിനെ നോക്കണ്ട. അച്ഛനെ നോക്കാം. മുന്നേ എവിടെയായിരുന്നു ജോലി ചെയ്തായിരുന്നേ? തൃശ്ശൂര് പാർസൽ സർവീസില്. ആ, പ്രായമുള്ള ആൾക്കാരെ നോക്കി പരിചയമില്ലല്ലേ? ഇല്ല. എനിക്ക് വേണ്ടത് എൻ്റെ അച്ഛനെ നന്നായിട്ട് നോക്കണം. ഞാൻ നോക്കിക്കോളാം. ഭായി, അച്ഛന് മരുന്നും ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം. ഒരു ക്ഷീണം എൻ്റെ അച്ഛനുണ്ടാവില്ല കേട്ടോ. ഞാൻ ഭായിനെ ഏൽപ്പിച്ച് പോകാണ്. നോക്കിക്കോളാം സാറേ, ഞാൻ നോക്കിക്കോളാം. സ്വന്തം അച്ഛനായിട്ട് നോക്കിക്കോളാം. ആ, എനിക്കത് മതി. ആ ഗ്യാരണ്ടി എനിക്ക് ഭായി തരണം. ധൈര്യമായിട്ട് സാരി ഇരുന്നോ, ധൈര്യമായിട്ട് ഇരുന്നോ.
അച്ഛാ അയ്യോ കള്ളൻ ബൈ കള്ളൻ എന്ത് കള്ളനാ കള്ളനാ അച്ഛനാണ് ഈ കോലത്തിലാക്കിയ ആ കല്യാണ ബ്രോക്കറാ. ബ്രോക്കറോ ആ കല്യാണ ബ്രോക്കർ അല്ലേ അവൻ? കല്യാണ ബ്രോക്കറോ ആ എന്റെ കാര്യം പിന്നെ ആരാ നോക്ക? എനിക്കൊരു കൂട്ടുകൊണ്ട്. അച്ഛനെ നോക്കാനില്ല ഞാൻ ഈ സാധനം കൊണ്ടുവന്നു. ആ എടാ ചെറുക്ക, ആ പനിയുടെ ഗുളിക ഇങ്ങോട്ട് എടുക്കടാ. പഞ്ഞിയുടെ ഗുളിക തന്നേക്കാളും മുന്നേ ഇവിടുത്തെ സാറ് പറഞ്ഞേക്കണത് അച്ഛനെ നന്നായിട്ട് നോക്കണം, നല്ലതായിട്ട് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാണ്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഗുളിക കഴിക്കാം ട്ടാ. ഇതാ മോനാണ്. ഇങ്ങനെ ഇളക്കണം, പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ കുടിക്കണം. ഓ പിന്നെ ഇങ്ങനെ പഴെടുക്കും. ഇങ്ങനെ പഴെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് വേണം അച്ഛനെ തരണമെങ്കിലേ, പൊടിച്ചിട്ട് വേണം അച്ഛനെ തരണമെങ്കിൽ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിന്നണം. എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്, മുടക്ക് വരെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വയറ് വെക്കണം പാചകങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ തിന്നണം. എന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ആ ഗുളിക കൂടി എടുത്ത് തിന്നലാ. ബീബിനെ വിളിക്കട്ടെ. ഹലോ ബേബി, എനിക്ക് ഇവിടെ നല്ല സുഖ. ഞാൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ അവിടെ വരുമ്പോ നല്ല സുന്ദരനായിട്ട് വരാട്ടാ. ഓക്കെ.